ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നേരെ ബാക്കി ഭാഗം അഥവാ ഫോർമാറ്റിംഗ് എന്താണെന്നുള്ള ഒരു ഐഡിയ, ഫോർമാറ്റ് എന്താണെന്നൊരു പാർട്ടീഷൻ എന്നുള്ളൊരു ഐഡിയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് നമുക്ക് പാർട്ടീഷൻ ചെയ്യുക, ഇതിന് ശേഷം ഫോർമാറ്റ് ചെയ്യുക, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആ മെത്തേഡിലൊക്കെ നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഗം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടണം എന്നില്ല, കഴിഞ്ഞ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാർട്ടിഷൻ ക്രിയേറ്റ് ചെയ്യാം, അതിനുശേഷം ഫോർമാറ്റിംഗ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് പാർട്ടിഷൻ ഒറ്റ പാർട്ടിഷൻ ആണെങ്കിൽ ഒറ്റ പാർട്ടിഷൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇന്ന് പാർട്ടിഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ 465 പാർട്ടിഷൻ ഉണ്ട് എന്ന് ചോദിക്കണം. മുന്നേ നമ്മൾ ഡിലീറ്റ് അടിക്കണം. മുന്നേ നമ്മൾ കസ്റ്റമറേക്ക് എന്ത് ചെയ്യണം, ഡാറ്റ വേണോ ചെയ്യും. ഡാറ്റ തീരെ ഇല്ലാന്നാ പറഞ്ഞ അല്ലേ. അപ്പൊ നമ്മൾ ഡിലീറ്റ് അടിക്കുക, യെസ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇനി ഇത് പാർട്ടിഷൻ ഇവിടെ ഇതൊന്നും കാണില്ല, ഡിലീറ്റ് കാണില്ല, ഫോർമാറ്റ് കാണില്ല, എക്സ്റ്റൻഡ് കാണില്ല, ഈ ന്യൂ എന്നാ കാണുന്നത്. അപ്പൊ ആൾട്ട് ഇ കൊടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂ കിട്ടൂലേ, ആൾട്ട് ഇ അല്ലേ, ആൾട്ട് ഇ. ആ, ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ ഇത് 6,938 GB ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് 3 പാർട്ടിഷനെ വേണ്ടി പാർട്ടിഷൻ സിസ്റ്റം കസ്റ്റമറോട് ചോദിച്ചു നോക്കാം എത്ര പാർട്ടിഷൻ വേണമെന്നുള്ളത്. 2 പാർട്ടിഷൻ കൊടുക്കാം, 3 പാർട്ടിഷൻ കൊടുക്കാം. 3 പാർട്ടിഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ എത്ര ഇട്ടത്, ഒരു 150 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 പാർട്ടിഷൻ ആവും. ഈ 2 പാർട്ടിഷൻ ആണെന്നുണ്ടെങ്കിലോ 235 സംതിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റ് ആവും. അപ്പോ 2 പാർട്ടിഷൻ ആണെങ്കിൽ 2 പാർട്ടിഷൻ, കൂടുതൽ പാർട്ടിഷൻ ഇടാതിരിക്കുന്ന ബുദ്ധി. കൂടുതൽ പാർട്ടിഷൻ ഇടുന്നതിനനുസരിച്ച് അതിന്റെ പാർട്ടിഷൻ ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, മാക്സിമം കസ്റ്റമറോട് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് എന്താണോ പർപ്പസ്, ആ പർപ്പസിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചിലർക്ക് 2 വേണം, ചിലർക്ക് 1 വേണം. നമ്മളേതായാലും ഇപ്പൊ 2 ഇട്ട് കൊടുക്കാണ്. ഇവിടെ ഒരു 2 ലക്ഷം. ഓക്കെ, ഇപ്പൊ എത്രയായി, 20,000, 2,000, 20,000, 2 ലക്ഷം. ഓക്കെ അല്ലേ. ഒറ്റ 10, 100, 1000, 10,000 ലക്ഷം. അപ്പൊ ഇത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ AP എന്നുള്ളത് കൺട്രോൾ P അടിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുക, കൺട്രോൾ P അടിക്കുക, അതിൽ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പാർട്ടിഷൻ പിരിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ആക്കി തരും. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, കസ്റ്റമറെ മുന്നിൽ പോയിട്ട് മൗസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ പാർട്ടിഷൻ ചെയ്യാൻ പോകണ്ടാ. ആൾട്ട് ഇ അടിച്ച് ആൾട്ട് P അടിച്ചിന്, സിമ്പിൾ അല്ലേ. മൗസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കണ്ടേ, ആ പരിപാടി ഇല്ല. ഇപ്പൊ ഈ കാണുന്ന സമയത്ത് 3 പാർട്ടിഷനായി. ഇനി ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആൾട്ട് D അടിച്ചാൽ ഡിലീറ്റ്, സിമ്പിൾ അല്ലേ. ആൾട്ട് ഇ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ്, ആൾട്ട് D അടിക്കുകയാണെങ്കിൽ ഡിലീറ്റ്. ഇവിടെ വെക്കണ് ആൾട്ട് D അടിക്കണ്, ഡിലീറ്റ്. പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോണ്, ആൾട്ട് ഇ അടിക്കണ്. ഇപ്പൊ ഇവിടെ 2 ഇവിടെ കൊടുത്താൽ തന്നെ ഇവിടെ സംഗതി സെറ്റായി. ഒറ്റ 10, 100, 1000, 10,000 ലക്ഷം, 2,70,000 ആൾട്ട് P അടിക്കുക, ക്രിയേറ്റ് ചെയ്യുക, ആൾട്ട് ഇ അടിക്കുക അല്ലേ. ആൾട്ട് ഇ അടിച്ചു, ആൾട്ട് P അടിക്കുക. ഓക്കെ അല്ലേ. ആൾട്ട് P അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. ഓക്കെ, ഇനി എൻ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. പാർട്ടിഷൻ അവിടെ 2 പാർട്ടിഷൻ വരെ ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇത് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് അവിടെ ക്രിയേറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ആൾട്ട് ഇ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ആവും. ആൾട്ട് ഇ അടിക്കുക, ആൾട്ട് P അടിക്കണ്, ക്രിയേറ്റ്. ഇതിവിടെ 3 പാർട്ടിഷൻ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ ആകെ 2 പാർട്ടിഷനിലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണോ. അപ്പൊ ഇതിൽ 500 MB ആണ് കിടക്കുന്നത്, ഇത് GB ആണ് കിടക്കുന്നത്. ഇത് 2 GB, ഇത് MB കിടക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് 270 പ്രൈമറി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. ഇത് ഇതേമാതിരി ഒരു 16 MB 100 MB ഒക്കെ വേറെ എക്സ്ട്രാ വരും. അപ്പൊ ആ ഭാഗം നമ്മൾ ചിന്തിക്കണ്ട. നമുക്ക് വേണ്ടത് GB റേഞ്ചിലുള്ള പാർട്ടിഷൻ ഏതാണോ, 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ആയിരിക്കും, അതാണ്. കാരണം നമ്മളെ പ്രൈമറി പാർട്ടിഷൻ വരിക നമ്പർ 1 C ഡ്രൈവ് കാണാനല്ലേ. ഇത് MB അല്ലേ, ഇത് GB അല്ലേ. GB-യിലായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മളെ പ്രൈമറി പാർട്ടിഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സീലല്ല ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ 270 ഉണ്ടാക്കിയപ്പോൾ 500 MB വേറെ കയറി വന്നതാണ് അത്ര. അപ്പൊ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത് ഇതാണ് C പാർട്ടിഷന്. കസ്റ്റമറെ ഇപ്പൊ ഇത് പാർട്ടിഷന് ഒരു ലാപ്ടോപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതേമാതിരി പാർട്ടിഷൻ കാണുമ്പോൾ തന്നെ ഇതേമാതിരി കുറെ MB ഉണ്ടാവും. MB സീരീസിൽ വരികയാണെങ്കിൽ അതിലൊന്നും ഡാറ്റ ഇല്ല എന്നുള്ള മീനിങ് വരണ്ടേ. GB സീരീസിലാണ് കാര്യം ഉണ്ടാവുക, ഡാറ്റ കാര്യം ഉണ്ടാവുക. ഓക്കെ, അതായിരിക്കും ഫസ്റ്റ് GB വരുന്ന അതാണ് നമ്മളെ പ്രൈമറി പാർട്ടിഷനും C എന്ന പാർട്ടിഷൻ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് C-ലാണ് ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ. അപ്പൊ ഇനി ചെയ്യാന്നുണ്ടെങ്കിൽ ആൾട്ട് N അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇതിലുള്ള പെൻഡ്രൈവിലുള്ള ഫയൽ ഫുള്ള്
സിസ്റ്റത്തിലേക്ക് ലോഡായിട്ട് ഇൻസ്റ്റാളേഷൻ അവിടെ സെറ്റപ്പ് ആവും. അപ്പൊ കൺട്രോൾ ആൾട്ട് എന്നെ അടിച്ചാൽ പോരാ. ഇത് അടിക്കാന്നുണ്ടെങ്കിലേ ആൾട്ട് എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോകൂലേ, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിച്ചാൽ പോരാ. അതിന്റെ പകരം ആൾട്ട് എന്നെ അടിക്കണേ. ഇതാണ് ഈസി മെത്തേഡ്. അപ്പൊ കോപ്പി വിൻഡോസിന്റെ ഫയല് ഫുൾ ആയിട്ട് കോപ്പി ആവും. ഓക്കെ, ഈ ഒരു മെത്തേഡാ വരിക. ഇത് സിമ്പിൾ മെത്തേഡാണ്. ഇത് തന്നെ ഈ ഒരു നൃത്തത്തിൽ ചിലതിൽ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു നൃത്തം കുറെ നേരം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഈ ഫയല് പെൻഡ്രൈവിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വരും, സിസ്റ്റത്തിന് റാമിന് കംപ്ലൈന്റ് വരും, ഹാർഡ് ഡിസ്കിന് കംപ്ലൈന്റ് വരും, സിസ്റ്റം ബോർഡിൽ പ്രോസസ്സിംഗ് നടക്കാത്ത കംപ്ലൈന്റ്, ഫിൽറ്ററിങ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഫിൽറ്ററിംഗ് മീൻസ് ഈ CPU ഇല്ല, ഈ CPU-ന്റെ ഫിൽറ്ററിംഗ് ഉണ്ട്, ഇവിടെ ഫിൽറ്ററിംഗ് ഉണ്ട്, മെയിൻ ഫിൽറ്ററിങ്ങൾ, അതിനെന്തെങ്കിലും കംപ്ലൈന്റുകൾ ഇതേമായി തന്നെ വരും. അല്ലാന്ന് നിങ്ങൾ ഈ ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഈ ഹാർഡ് ഡിസ്കിന് കണ്ടിട്ടില്ലേ, ഹാർഡ് ഡിസ്കിന്റെ ഇവിടെ വരുന്ന സപ്ലൈ മിസ്സിങ്, പ്രോപ്പർ വാല്യൂ വർക്ക് ചെയ്യാതിരിക്കുക. ഇന്നലെ ഒരു ലാപ്ടോപ്പ് വന്ന് എന്താ കംപ്ലൈന്റ് എന്നുണ്ടെങ്കിൽ ബ്ലൂ സ്ക്രീൻ വരികയാണ്, സിസ്റ്റം ബ്ലൂ സ്ക്രീന്, അഥവാ സിസ്റ്റം ഓൺ ആകാൻ ബ്ലൂ സ്ക്രീൻ വേണ്ടി, സിസ്റ്റം ഡാമേജ്, സിസ്റ്റം ഇതേമാതിരില്ല നിങ്ങൾ വെച്ചാല് അല്ല ഇതേമാതിരി ബ്ലൂ സ്ക്രീൻ വന്നിട്ട് അതിൽ എഴുതിയാണ് കുറെ സാധനങ്ങൾ, ഡാറ്റ ഗ്രാബ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നില്ല, റാമൊക്കെ ലോഡ് ആവുക സിസ്റ്റം. ഈ റാമക്ക് ലോഡാണ് സമയത്ത് റാം പ്രോപ്പറായി നിൽക്കണ്ടേ, റാം പ്രോപ്പറായി നിൽക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രാഷ് വരികയാണ്, വോയിസ് ആ സോഫ്റ്റ്വെയർ ക്രാഷ് ആണ്. അപ്പൊ ബ്ലൂ സ്ക്രീൻ വന്നിട്ട് സ്റ്റക്കായി നിൽക്കുക ചെയ്യുക. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ബോർഡിൽ നോക്കുന്ന സമയത്ത് നമ്മള് ഹാർഡ് ഡിസ്ക് നോക്കാൻ പോയതാണ്. അപ്പൊ ഹാർഡ് ഡിസ്കിന്റെ അവിടെ വാട്ടർ ഡാമേജ് ആണ്, അതേമാതിരി റാമിന്റെ സൈഡിൽ വാട്ടർ ഡാമേജ് ആണ്. അപ്പൊ അത് രണ്ടും ക്ലീൻ ചെയ്തിട്ടു. പിന്നെ വോയിസും ഇൻസ്റ്റാളേഷൻ ഒന്നും കാര്യം ചെയ്തിട്ടില്ല, അതിനെ ചെയ്തിട്ടുള്ളൂ. സാധനം റണ്ണാ. കാരണം അപ്പൊ ആ ലോഡിങ് പ്രോപ്പർ ആവാതെ നടക്കുകയാണ്, റാമക്കിന്റെ ലോഡ് ആവുന്നില്ല. അപ്പൊ റാം പക്ക വർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് വിഷയം വരുന്നത്, വാട്ടർ ഡാമേജ് ആയത്. അപ്പൊ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്, വോയിസ് ഇൻസ്റ്റാളേഷൻ കാരണം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കംപ്ലൈന്റ് നമുക്ക് എങ്ങനെ വരികയെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഈ നടത്തം തന്നെ 31 ഇപ്പൊ സ്മൂത്ത് ആയിട്ടാണ് സാധനം റണ്ണാന്ന്. ഈ ഒരു ലെവലിക്ക് പോയിക്കോളണം. ഇതൊരു അരമണിക്കൂർ കൊണ്ട് സാധനം സെറ്റപ്പ് ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിയും. അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഹാർഡ് ഡിസ്കിന് കംപ്ലൈന്റ് വരും, റാമിന് കംപ്ലൈന്റ് വരും, പ്രൊസസറിന് കംപ്ലൈന്റ് വരും, ബോർഡിൽ ഈ വാട്ടർ ഡാമേജ്, ഫംഗസ്, കീബോർഡ് വെറുതെ ചുമ്മാ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതേമാതിരി വരും. പെൻഡ്രൈവിന്ന് ഫയല് നമ്മൾ ഏത് ഫയല് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ വരും. ഇതൊക്കെ നമ്മൾ മാറ്റി മാറ്റി ചെക്ക് ചെയ്യേണ്ടതാണ്. ചിലത് ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 2, 3, ചിലപ്പോൾ 2 ദിവസം എടുക്കുകയും ചെയ്യും വിഷയങ്ങൾ. ചില വിഷയങ്ങൾ നമ്മൾ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കഴിയും. പക്ഷെ ചിലത് നമ്മൾ ലോക്കായിട്ട് പോകും. അപ്പൊ ഈ ഒരു സാധനത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഒരു ഐഡിയ കിട്ടിയല്ലേ. അഥവാ നമ്മൾ ബയോസ് എടുത്ത് ബയോസിന്റെ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ബൂട്ടിങ് എങ്ങനെയാണെന്ന് മനസ്സിലായി, UFA നിങ്ങൾക്ക് മനസ്സിലായി, ലേഗസി മനസ്സിലായി, പാസ്വേഡ് എന്താണെന്നുള്ളത് മനസ്സിലായി, ഡീഫാൾട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് മനസ്സിലായി, CMOS ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ റൈഡിന്റെ കോൺഫിഗറേഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്തൊക്കെ എറർ മെസ്സേജ് ഒക്കെ, ആ എറർ മെസ്സേജ് എന്താണെന്നുള്ളത് കറക്റ്റ് ഒന്നല്ലെങ്കിൽ വായിച്ചിട്ട് നോക്കുക, അതെല്ലാം എന്നെങ്കിൽ നേരെ ഗൂഗിൾ ലെൻസിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, അത് റിലേറ്റഡ് കംപ്ലൈൻസ് എന്താണെന്നുള്ളത് ഗൂഗിൾ പറയും നമ്മോട്. ഗൂഗിൾ ലെൻസ് മനസ്സിലായില്ല, ഗൂഗിളിലെ ലെൻസ് അതിക്ക് ആ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആ സ്കാൻ ചെയ്തിട്ട് അവർ പറഞ്ഞുതരും. ഇതൊക്കെ നമുക്ക് ഐഡിയ കിട്ടുന്നതാണ്. ഇതിപ്പോ ബേസ് ആണ്. ഇതിപ്പോ ഇൻസ്റ്റാളേഷന്റെ കാര്യങ്ങൾ ഇതേ ഒരു മെത്തേഡ് ഫോളോ അപ്പ് തന്നെയാണെങ്കിൽ നമ്മൾ ഏത് ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞാലും ഉണ്ടാവുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് ഗസ്റ്റിലൊന്നും ഞാൻ നേരത്തെ കൂടെ ഇംഗ്ലീഷ് അടിക്കാൻ പാടില്ല. ഇതിന്റെ മോഡൽ നമ്പർ OA3 എന്ന് പറഞ്ഞാൽ എന്താ സംബന്ധമല്ലേ, OEM ആക്ടിവേഷൻ അല്ലേ. അപ്പൊ അത് അടിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആണ് കാര്യം വരിക. ഈ റീസ്റ്റാർട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ലോഡ് ആയിട്ട് ഹാർഡ് ഡിസ്ക് കണക്കാരെ ലോഡ് ആവേണ്ടത്, അല്ലാതെ പെൻഡ്രൈവിൽ തന്നെ പിന്നെ ലോഡ് ആവണമെങ്കിലോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ തന്നെ ലോഡ് ആവുന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് നല്ല ലോഡ് ആവുന്നത് പെൻഡ്രൈവിൽ തന്നെയാണ് ലോഡ് ആവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് ഡിസ്കിന്ന് ഇത് എടുത്തു കഴിഞ്ഞാൽ പെൻഡ്രൈവിൽ നമ്മൾ എടുത്തു നോക്കുന്നതാണ്. നമ്മളിപ്പോ അടിച്ചാൽ F12 വല്ല അടിച്ചായി, അതിലെന്താ വെച്ചാൽ ഇത് ലോഡ് ആവാൻ കാരണം എന്താണ്, ഡയറക്റ്റ് മീഡിയയില് സാധനം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിലിപ്പോ ഇനി മീഡിയയിൽ സാധനം ആക്കി വിടുകയാണ് ഇപ്പൊ നമ്മള്. അപ്പൊ മീഡിയ ലോഡ് ആവുക, ഹാർഡ് ഡിസ്ക് ലോഡ് ആവുക, ചെക്ക് മീഡിയ കാണിക്കൂല. പക്ഷെ നമ്മള് ഇത് UFA ബൂട്ട് ഡിസേബിൾ അല്ലത് ആക്കിയില്ല അല്ലെ, ലെഗസിയിൽ എടുക്കുന്നത് അത് നമ്മള് ശ്രദ്ധിക്കണം. ഇതിപ്പോ UFA ഇട്ടിട്ട് നമ്മളിത് ചെയ്യാൻ നോട്ടിക്കോ, UFA ഇട്ടിട്ട് ലെഗസി ചെയ്യാൻ നോട്ടിക്കോ, സാധനം കേറിയിട്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക, ലോഡായിട്ട് വരും. ഹാർഡ് ഒക്കെ ചെയ്ത് ക്ലിയർ ആവും. പക്ഷെ ലോഡാണ് സമയത്ത് എന്താവും, ചെക്ക് മീഡിയ കാണിക്കും, ലോഡാവും. അതിനെ നമ്മള് ഏത് കാണിക്കും, പെൻഡ്രൈവിലും ഇതല്ല നമ്മൾ വിട്ട പെൻഡ്രൈവ്
UFA നമുക്ക് കയറ്റുണ്ട് ലെഗസി കഴിഞ്ഞാൽ അവിടെ എഴുതി കാണിക്കൂലേ കേറുന്ന സമയത്ത് അത് ചിലതില് കാണിക്കും ചിലതില് കാണിക്കൂല നമ്മള് കൊടുങ്ങിപ്പോവും സാധനം. അതിൽ ലോഡാവും. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് കുത്തിനെ പണിയെടുക്കാണ് കാരുണ്ടാക, പരിപാടി ഇതാണ് കാരുണ്ടാക. എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഈ ലാഗസി ആയാലും UFA ആയാലും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒന്ന് പെർമനന്റ് ആയി കൊണ്ടുവരാൻ വേണ്ടി കമ്പനി ഇങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല വരിക. അതിങ്ങനെ ചെയ്ത് വരുന്നതിനനുസരിച്ച് ലേറ്റസ്റ്റ് ഇപ്പൊ എങ്ങനെ വെച്ചാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇരിക്കുന്ന സമയത്ത് എങ്ങനെ വെച്ചാൽ ലാഗസിയിൽ മാത്രമേ ലാഗസി പോകുള്ളൂ, UFAയിൽ മാത്രമേ UFA ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് മുന്നേ ഇറങ്ങിയ സംഭവം എന്നുണ്ടെങ്കിൽ രണ്ടിട്ട് കഴിഞ്ഞാൽ സാധനം ഇൻസ്റ്റാളാവുന്ന സമയത്ത് എന്താണോ വരുന്നത് അതിനനുസരിച്ചിരിക്കും പരിപാടി. മീൻസ് ലാഗസി ചെയ്തതിന് ശേഷം UFAയിലാണ് സംഭവം സെറ്റ് ചെയ്ത് ലാഗസി ലോഡ് ആവില്ല. അന്നത്തെ ഇപ്പത്തെ എങ്ങനെ ചെയ്യാനേ പറ്റൂല. ലാഗസി ആണെങ്കിൽ ലാഗസിയും ചെയ്യാനേ പറ്റില്ല. ചിലത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് മുന്നേ എന്ന് പറഞ്ഞെങ്കിൽ ലാഗസിയും രണ്ടും ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പണി കിട്ടുക ചെയ്യാം. ലാസ്റ്റിൽ പണി ബൂട്ട് ചെയ്യുന്ന സമയത്ത് മീഡിയ എറർ കാണിക്കും. നമ്മൾ ആർട്സ്ക്കാണ് പ്രശ്നം നിരാശം. എങ്ങനെയാലും ഈ മീഡിയ എറർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ റീസ്റ്റാർട്ട് പോയിക്കോട്ടെ, ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ ഇവിടെ റീസ്റ്റാർട്ട് കൊടുത്താൽ മതി. മീഡിയ എറർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ലാഗസി അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു റേഞ്ചിലാണ് സാധനം കാണണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും, മാറിയെന്നുള്ളത്. ഇപ്പൊ റീസ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്സ്ക്ക് ബൂട്ടാണോ, ആർട്സ്ക്കുന്നാണ് ബൂട്ടാവണ്ടേ. അപ്പൊ ഇത് ലോഡായിട്ട് വരും ഈ സമയത്ത്. ഇങ്ങനെ ഇത് ആർട്സ്ക്ക് ആയതുകൊണ്ടാണ് ഇത് ആർട്സ്ക്ക് അല്ലേ ഇതിലെടുക്കുന്നത്, ആർട്സ്ക്ക് അല്ലേ. SSD ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാളും ഫാസ്റ്റ് ആയിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. പരിപാടി NVMe ഒന്നുകൂടി ഫാസ്റ്റ് ആണ് സംഭവം. പിന്നെ ഞാൻ ഈ പറയുന്ന മാതിരി തന്നെ നമുക്ക് കസ്റ്റമറെ സാധനം ചെക്ക് ചെയ്യാൻ, കംപ്ലീറ്റ് ചെക്ക് ചെയ്യാൻ നമ്മളടുത്ത് ഈ ടൂളുകൾ 4 പെൻഡ്രൈവും ഒക്കെ ഒരു നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു പെൻഡ്രൈവും കൂടി വേണം ലൈവിന്. 3.0 മനസ്സിലായില്ല, ലൈവിടാണ്. ലൈവിലാണ് നമ്മളെ കംപ്ലീറ്റ് കളി എടുക്കുന്നത്. ലൈവ് ആകുമ്പോ കസ്റ്റമറോട് നമ്മൾ കസ്റ്റമർക്ക് അതിന്റെ കംപ്ലീറ്റ് പെട്ടെന്ന് ഇൻഫർമേഷൻ. ആർട്സ്കിന് കംപ്ലൈന്റ് ആണെന്ന് അറിയാം, ടച്ച് പാഡ് കംപ്ലൈന്റ് ആണെന്ന് അറിയാം, കീബോർഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ ഓഡിയോ കംപ്ലൈന്റ് ആണെന്ന് അറിയാം. ആരതാണോ എന്താണ് കംപ്ലൈന്റ് എന്നുള്ള ഐഡിയ കിട്ടും. ഇപ്പൊ നെറ്റ്വർക്കിംഗ് കിട്ടണില്ല, ഇതിന്റെ കംപ്ലൈന്റ് ഇത് വരാനാണ് സാധ്യത എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ചെയ്യാൻ ടൈം എടുക്കൂലേ, പിന്നെ ആർട്സ്ക്ക് മാറ്റാനൊക്കെ ടൈം എടുക്കൂലേ. ഇതാവുമ്പോഴോ പെട്ടെന്ന് പരിപാടിയില്ലേ, സിമ്പിൾ അല്ലേ. ഇതിലിപ്പോ വെച്ചാൽ ഗെറ്റിൻ ഡിവൈസ് റീഡ് 35 ഇതൊക്കെ ആർട്സ്ക്ക് ആയതുകൊണ്ടാണ്. SSD ആണെങ്കിൽ ഒറ്റയടിക്കാൻ ടെപ്പേച്ചിട്ട് കയറി പോയിട്ടുണ്ടാവും ഗെറ്റ് റീഡ് എന്ന് പറഞ്ഞുണ്ട്. ആർട്സ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റും, SSD റിക്കവർ ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഒക്കെ അതിനുള്ള ടാസ്ക് ഉണ്ടാവും. SSD ആകുമ്പോൾ എന്താണ്ടായാലും മെമ്മറി കണക്കാരുണ്ടാകുക, നല്ല കോസ്റ്റ് ആണ്. PC 3000 എന്ന് പറഞ്ഞ ഡിവൈസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നല്ല കോസ്റ്റ്ലി ആണ് റിക്കവറി. മറ്റേന്നാണെങ്കിൽ പ്ലേറ്റ് റിക്കവറി പോലത്തെ അങ്ങനത്തെ ഇത് മോയ്സ്ചർ കയറാത്ത കണ്ടീഷനിലൊക്കെ റിക്കവറി മെത്തേഡൊക്കെ ഉണ്ട്. എങ്ങനെയാലും അത് ടൈം കൊടുക്കും ചെയ്യും, നല്ല സ്പെൻഡ് ആണ്, ടൂൾസ് നല്ല സ്പെൻഡ് ചെയ്യണം. ആർട്സ് കംപ്ലൈന്റ് വീണ് കഴിഞ്ഞാൽ കംപ്ലൈന്റ് മെക്കാനിക്കൽ അല്ല, മോട്ടറാണ്. ലെയർ അതേമാതിരി CD ലെയറേ വരുന്നത്. ഇല്ല മെമ്മറി കാർഡാണ്. SSന്റെ ഫുൾ ഫോം എന്താണ്? സോളിഡ്. അടിക്കും നിങ്ങളെ ഗൂഗിളില് സോളിഡ് എന്ന് പറയുമ്പോ ഓർമ്മയില്ല. SSD ഹാർഡ് ഡിസ്ക് ഫുൾ ഫോം അടിക്കും. ഇതിപ്പോ ഇത്ര ലാഗ് ആകാൻ കാരണം എങ്ങനെയാ വെച്ചാല് ഇതാണ് ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഇപ്പൊ SSDയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടെപ്പ് വെച്ചിട്ട് ആ സാധനം ലോഡായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെ വരുന്നുണ്ട് ഈ ഒരു കാര്യത്തില് ഇതിൽ എന്താ ചെയ്യേണ്ടി വെച്ചാല് ഇവിടെ ഈ ലേറ്റർ പോയിട്ട് നമ്മള് ഇതില് പോയിട്ട് അടിക്കുക. അപ്പൊ ആ സാധനം വരും. പിന്നെ യൂസ് എക്സ്പ്രസ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ആയിട്ട് സെറ്റിങ്സ് ഫുൾ ആയിട്ട് വരും. ഓൾമോസ്റ്റ് എല്ലാ സെറ്റിങ്സും ആക്റ്റീവ് ആവും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ ഇതില് ആക്ടിവേഷൻ ആണ് നോക്കേണ്ടത്. ഡിജിറ്റലാണോ എന്താ ആക്ടിവേഷൻ ഇല്ല എന്ന ആക്ടിവേഷൻ ചെയ്യുക.
ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന മുന്നേ ആക്ടിവേഷൻ ചെയ്യുന്നതാണ് ബുദ്ധി. അല്ല ചില അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആക്ടിവേഷൻ അതെങ്ങനെ വെച്ചാൽ ലാപ്ടോപ്പ് ഇത് ഏതാ ലാപ്ടോപ്പ് എന്ന് അറിയില്ല. ലാപ്ടോപ്പ് അനുസരിച്ചിട്ട് വിൻഡോസ് ബിൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആക്ടിവേഷൻ ആവും. നെറ്റ് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് തന്നെ ആവും. ഇതിൽ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മളെ യൂസർ നെയിം പാസ്വേഡ് മാത്രം ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മൾ അടിച്ചു നോക്കാൻ നിൽക്കണ്ട. ഇവിടെ അഡ്മിന് പിന്നെ അതൊന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ ഐ ഡിക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. ഇതിൽ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നമ്മൾ പിന്നെ നമ്മളെ പേരും അഡ്രസ്സും ഒക്കെ പാടെ അടിച്ച് പാസ്വേഡ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന കസ്റ്റമർ കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പിന്നെ നമ്മൾ ഒരു സാധനം കൊടുക്കുമ്പോൾ നമ്മളെ പേര് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കടന്റെ പേര് അടിച്ചു കൊടുക്കുക. അതൊന്നും അടിച്ചു കൊടുക്കാൻ പാടില്ല. എങ്ങനെ വെച്ചാൽ നമ്മൾ ചെയ്തു വെക്കേണ്ട അഡ്മിൻ ആണെങ്കിൽ ഒരു നോർമൽ നെയിം അല്ലെങ്കിൽ റൂട്ട് യൂസർ അതൊക്കെ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കസ്റ്റമർ ആവുമ്പോൾ യൂസർ റൂട്ട് അഡ്മിൻ ഈ 3 പേരിലല്ലാതെ വേറെ യൂണിവേഴ്സൽ ആയിട്ട് നമ്മളിങ്ങനെ കോമൺ ആയിട്ട് പോകുന്ന അത് ആ പേരിന് ഇടാൻ പാടുള്ളൂ. ഇപ്പൊ ലാപ്ടോപ്പ് കീബോർഡ് അയക്കുകയാണ്, അതേമാതിരി ഹാർഡ് അയക്കുകയാണ്, സി ഡ്രൈവ് അയക്കുകയാണ്, അതിന് ചെറിയ 1 സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇപ്പൊ കോഡ് നമ്പർ ഉണ്ടോ, ആ കോഡ് നമ്പർ ഇട്ടിക്കുക, നേരെ ഇട്ട് കൊടുത്താൽ എന്നാ പിന്നെ ആ സാധനം എവിടെയും മിസ്സാവില്ല. ഈ കോഡ് നമ്പർ നോക്കിയിട്ട് സാധനം ഫിറ്റ് ആക്കിയാൽ മതി. മറിച്ച് ഇതൊന്നും ചെയ്യാതെ വിഷയം വരുമ്പോഴൊക്കെയാണ് ഈ വിഷയം വരിക. ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ സിസ്റ്റം ലോഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഐക്കണാ ഫസ്റ്റ് വെക്കേണ്ടി. അപ്പൊ എന്ത് ചെയ്യാ, പേഴ്സണലൈസ്ഡ് എടുക്കുക. അപ്പോൾ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് ഇതിൻ്റെ ആക്ടിവേഷൻ നോക്കണം, അതേമാതിരി തന്നെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് സെറ്റ് ചെയ്യണം, അതേമാതിരി തന്നെ ഇതിൻ്റെ ഡ്രൈവേഴ്സ് ഒക്കെ എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.